ഹലോ. എന്നാ സൂക്ഷിച്ചു നോക്കണ്ട, ഞാൻ കറുത്തമ്മയല്ല, കറുത്തമ്മയുടെ അമ്മ ലക്ഷ്മി ചക്കി. അല്ല, ഈ കറുത്തമ്മ, പരീക്കുട്ടി, ചെമ്മീൻ ഇതൊക്കെ എത്ര വർഷം കൊണ്ട് നമ്മൾ കാണുന്നു. കണ്ടുകൊണ്ട് സത്യത്തിലില്ലേ കുറെ നാളുകൊണ്ടാണ് ഇത് മടുത്ത്. ഇതൊന്ന് മാറ്റണം, എന്തേലും മാറ്റണം. ഈ ചെമ്മീന് കരിമീൻ അതെങ്ങനെയുണ്ട്? സ്കിറ്റ് മാറ്റി പേരല്ലേ മാറിയോളൂ. ഇതിപ്പോ നോക്ക്, അവിടെ വള്ളം, ഇവിടെ എന്തോ ഓലപ്പര, ഇതെല്ലാം സെയിമിന്റെ പ്രതലം മാറുന്നില്ല. അയ്യോ മക്കളെ, ഇവിടുത്തെ ആട്ടിലെ മാമാർക്ക് കഷ്ടപ്പെട്ട് വെച്ചാ മാറ്റണോ? മാറ്റണം, മാറ്റണം, മാറ്റിയാലേ പറ്റൂ. മാറ്റണം. എന്തായാലും മക്കള് പറഞ്ഞല്ലേ, മാറ്റാം. ആട്ടിലെ മാമാരെ ഇതൊക്കെ വന്നൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഓലപ്പര സെറ്റല്ലേ? സെറ്റല്ലേ? ഇപ്പൊ വയറ് താഴെ പോയാന് വയസ്സാം കാലത്ത് വീട്ടിലൂടെ 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 ചൊതിപ്പോറ് ചൊതിപ്പോറ് ചൊതിപ്പോറ്. അല്ല, പൊതിച്ചോറ് പൊതിച്ചോറ് പൊതിച്ചോറ്. നോബിച്ചോട്ടാ, ഒരു 10 പൊതിച്ചോറ് വേണോ? ഈ അമ്മച്ചി എന്നെ വിളിക്കണ നോബിച്ചേട്ടാ. പൊതിച്ചോറ് വേണോ ചോയര മോനെ? എനിക്ക് ചില സമയത്ത് പേര് തെറ്റും. അമ്മച്ചീരെ എന്റെ വയറ് ചെയ്യുന്നു. കറുത്തമ്മ മോള് തവണ പോയി. എടി കറുത്തമ്മേ, നേരം വെളുത്തമ്മേ, വാമാ ഒന്ന് പോ അമ്മ. കറുത്തമ്മ വിളിച്ചാലേ ഞാൻ ബോഡി ഷേമിന് കേസ് കൊടുക്കൂട്ടോ. എന്നെ കണ്ടിട്ട് കറുത്തമ്മയായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ പേരൊന്ന് മാറ്റി. എന്താ പേര്? ബ്ലാക്ക് മദർ. ഇംഗ്ലീഷ് അല്ലേ? അയ്യോ, സാഗർ വന്നെന്ന്. സാഗർ വന്നല്ല, കടലിൽ ചാകര. മീൻ വെക്കാൻ മേടിച്ചോണ്ട് വരാം. അമ്മ മീൻ മേടിക്കാൻ പോയി. മധുരം തരൂ. അയ്യോ, എന്റെ കൊച്ചു മുതലാളിന്റെ കൈക്ക് എന്ത് പറ്റി? ഒടിഞ്ഞോ? ഇടി ഒടിഞ്ഞോന്നല്ലാന്നേ, വൈകുന്നേരം ദോശ ഉണ്ടാക്കേണ്ട ദോശമാവി കൈയിട്ടിളക്കിയതാണെന്ന് ഞാനിപ്പോ കളഞ്ഞിട്ട് വരാം. മധുടേ, തരാനുള്ള പൈസ ആണേ. കൈയടിച്ചിരിക്കുന്ന കണ്ടില്ലേ? നിങ്ങക്ക് മനസാക്ഷിയുണ്ടോ? എന്റെ കയ്യിൽ ഇപ്പൊ ഒരു ചില്ലി കാശില്ലേ? അവര് പോയോടി? പോയി. അല്ല, കളയട്ടെ, ഞാൻ കളയട്ടെ. എന്റെ കൊച്ചി മുതലാളി. കൊച്ചി മുതലാളിയോ? അല്ല, കൊച്ചി മുതലാളി. ഞാൻ ആദ്യം വലിയ മുതലാളിയായിരുന്നു. നിന്റെ അച്ഛൻ ചെമ്പം വിനോദിന്, ചെമ്പം വിനോദ ചെമ്പം കുഞ്ഞിന് വള്ളവും വലിയും മേടിച്ചു കൊടുക്കാൻ പൈസ കൊടുത്തപ്പോ ഞാൻ കൊച്ചു മുതലാളിയായി. പിന്നെ നിന്റെ അമ്മയ്ക്ക് ഹോട്ടലിൽ എത്താൻ പൈസ കൊടുത്തപ്പോ ഞാൻ പിച്ച മുതലാളിയായി. പിച്ച മുതലാളി ആയില്ലും എന്ത്, ഒരു ഹോട്ടലിലെ ജോലി ചെയ്യുന്നില്ലേ? കൂടാണ്ട് വൈകുന്നേരം ആവുമ്പോ 100 രൂപയും പൊതിച്ചോറ് കൊണ്ട് ഇവിടുന്ന് പോകുന്നില്ലേ? അതെ, ഇങ്ങനെ കണ്ണുരുട്ടി ഇങ്ങനെ ഇരിക്കാണ്ട് ആ ബോർഡ് എടുത്ത് പോയി വിളിച്ചേ. ഇപ്പൊ വിളിക്കാം. പൊതിച്ചോറ് പൊതിച്ചോറ് പൊതിച്ചോറ്. ബോട്ടി പോകുന്ന ശ്രാങ്കന്മാരെ ശ്രദ്ധയ്ക്ക് 10 മിനിറ്റ് റെസ്റ്റ്. ചായ കുടിക്കാം, കാപ്പി കുടിക്കാം, കോഫി കുടിക്കാം, പൊതിച്ചോറ് കഴിക്കാം. നമ്മുടെ വീട്ടിലുള്ള കടേന്റെ ഒരു പരസ്യം കാണിച്ചാ നമ്മുടെ കട ഒരുപാട് വൈറലാവൂലേ? എന്റെ പാത്തുമ്മ, എന്റെ കറുത്തമ്മ, സത്യം പറയട്ടെ, ആദ്യം നല്ല പോലെ മധുവിനെ പറയാൻ പഠിക്കും. എന്നിട്ട് മതി സത്യൻ. കറുത്തമ്മ, അയ്യോ മധു മാറി സത്യനായി പോയി. കറുത്തമ്മ, എന്റെ കയ്യിൽ ഒരു മനസ്സിരിക്കുന്നു. ആരുടെ മനസ്സ്? എന്റെ കറുത്തമ്മയുടെ മനസ്സ്. എന്നതെങ്കിടത്തെ മനസ്സില്ല. കറുത്തമ്മ, നിന്നെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതും കൂടി ഇല്ലെങ്കിൽ ഇക്കടാപ്പുറത്തു കൂടി ഞാൻ പാടി പാടി മരിക്കും. നിങ്ങൾ പാടിയാ മാത്രം മതി, നാട്ടുകാരി മരിച്ചോളും. അതെ, ഇവിടെ നിന്ന് മടുത്തെങ്കി ആ വഞ്ചി കയറ്. കാണിക്ക വഞ്ചി കയറിയിരിക്കാൻ ഞാനെന്താ 5 രൂപയുടെ കോയിനാ? കാര്യമല്ലേ ഞാൻ പറഞ്ഞേ, ഈ വഞ്ചിയുടെ കാര്യവും ഞാൻ പറഞ്ഞത്. അതെ, മധുവിന്റെ ഫിഗറും അടൂർ ബാസിന്റെ കോമഡി എനിക്കെന്റെ കറുത്തമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അതും കോമഡി ആണോ? അതിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഹൃദയത്തിൽ എന്താ ഈ വളിച്ച കോമഡി മാത്രമേ ഉള്ളോ? സ്നേഹമുണ്ട് എന്റെ കറുത്തമ്മ, എന്റെ കൊച്ചു മുതലാളി.
എന്റെ ഉച്ച മുതലാളി. ഉച്ചയായി മുതലാളി, നമുക്ക് പൊതിച്ചോറ് എടുക്കണ്ടേ? ഉച്ചയായിന്ന് പറഞ്ഞപ്പോളാ എനിക്കാകെ വിശക്കുന്നു. ഞാൻ വല്ലതും കഴിക്കട്ടെ. ഈ പൊതിച്ചോറിൽ എന്തോരം വാർത്തകളാ. ഇത് പൊതിച്ചോറല്ല, കൊതിച്ചോറ്. അല്ല, ഈ പൊതിച്ചോറാണ് എന്ത് രസാണ്. ഞാൻ കഴിക്കട്ടെ. കറുത്തമ്മ, ചലിച്ചലോടി. ഈ പൊതിച്ചോറിലുള്ള പൊരിച്ച മീനെന്തിയെ? ഓ, അത് നിങ്ങളെ കണ്ടപ്പോ പേടിച്ച് ആ ചോറിനിടയിൽ ഒളിച്ചു. കറുത്തമ്മ, കറുത്തമ്മ, ചക്കി തള്ള തിന്നാനും സമ്മതിക്കൂല. എന്ത് മീൻ കിട്ടിയാ? ചാകര വന്നപ്പോ ഫസ്റ്റ് ക്ലാസ് മീൻ മേടിക്കാൻ പോയതാ, കിട്ടിയില്ല. സെക്കൻഡ് ക്ലാസ്സും കിട്ടിയില്ല. അവസാനം തേട് മേടിച്ചോണ്ട് പോകും. പൊതിച്ചോറ് പുറത്ത് തുറന്നു വെച്ചേക്കുന്നത്? അത് പട്ടിക്ക് കൊടുത്തിട്ട് പട്ടി വല്ലതും ചത്ത കേസിനങ്ങ് ഡൽഹി പോവണം. ചക്കിത്തല്ലേ മീൻ കിട്ടിയാ? കിട്ടി. ഇതുകൊണ്ട് കുടമ്പളി ഇട്ടോണ്ട് വാ. എന്ത് ഈ കൊട്ടയ്ക്കകത്തുള്ള മീന് അമ്മ തന്നെ അങ്ങോട്ട് വെച്ചാ മതി. എന്താ കറുത്തമ്മ? അമ്മ വെക്കണ മീൻ കറി കഴിക്കണം. അത് എന്ത് രസമാന്നറിയോ? അമ്മ വെക്കണ അവിയല് അതും രസവാ. അമ്മ വെക്കണ തോരൻ അതും രസവാ. കറുത്തമ്മ, നിനക്കെന്ത് ഭാഗ്യവാടി, 3 നേരം രസം കൂട്ടി ചോറുണ്ടാകും. 8 കൂട്ടം കറി ഉണ്ടാക്കും. തൊട്ട് കൂട്ടാൻ കൊള്ളൂലാന്ന് ആരും റെഡി. ഇങ്ങോട്ട് മാറി കൊച്ചു മുതലാളി, ചോറൊന്ന് കഴിച്ചു നോക്ക്. അയ്യോ, ഇപ്പൊ എനിക്ക് കഴിക്കണ്ട മൂടില്ല. എനിക്ക് വിശപ്പില്ലാന്നേ. എനിക്കിപ്പൊ വിശപ്പില്ല. അത് ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടാ. എന്റെ തോരനൊന്ന് കൂട്ടി നോക്കിക്കോ കൊച്ചു മുതലാളി. എന്റെ അവിയലൊന്ന് കൂട്ടി നോക്കിക്കോ കൊച്ചു മുതലാളി. എന്റെ മീൻകറി ഒന്ന് കൂട്ടി നോക്കിക്കോ കൊച്ചു മുതലാളി. വീട്ടിലെ ഊണ് എങ്ങനെയുണ്ട്? വീട്ടിലെ ഊണ് എങ്ങനെയുണ്ടെന്ന് പിന്നെ പറയാം. ആദ്യം വീട്ടിലെ കക്കൂസ് എവിടെയാണെന്ന് പറ. അല്ല, ഈ 3 പേരെ കാണാൻ ഭാഗ്യം കിട്ടിയല്ലോ. കറുത്തമ്മയുടെ അമ്മ, അതിന്റെ അമ്മ. കറുത്തമ്മയുടെ അമ്മ ഏറ്റവും വലിയ അമ്മ. നൈസ് കൗണ്ടർ അല്ലെ മക്കളെ? എന്നെ പെർഫോമൻസ് ആയിരുന്നു, കിഡിലോ ആയിരുന്നല്ലോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ സ്കിറ്റ് ആര് തൂക്കിയെന്ന് ചോദിച്ചാൽ നമ്മൾ ആരുടെ പേര് പറയും? അല്ല നിന്റെ പേരല്ല പറയാൻ വന്നത്. സത്യത്തിൽ സ്കിറ്റ് തൂക്കിയത് ഞാനാണ്. ഞാൻ ഡയലോഗ് പറഞ്ഞല്ലോ സ്കിറ്റിനകത്ത്. 2 ഡയലോഗ് മാത്രം. അത് തെറ്റിച്ചല്ലേ പറഞ്ഞത്? ടൈമിങ്ങിനും അല്ല. അല്ല, പണ്ടേ ടൈമിംഗ് ഇല്ലാത്ത ഒരാളാണ്. ഇതിന് നിങ്ങളുടെ ടൈമിങ് തെറ്റിച്ചാക്കില്ല. ഞങ്ങളുടെ സ്കിറ്റ് കൊളാക്കിയത്. അല്ല, അടിപൊളി ബ്ലൗസ്, നിമ്മറാര ബ്ലൗസ്, ടൈ ഉള്ള ബ്ലൗസ്. അല്ല, സത്യം പറയാം, ഇന്നത്തെ സ്കിറ്റ് തൂക്കിന്ന് നമ്മൾ ഉദ്ദേശിച്ചത് ലക്കിയുടെ പേര് തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് ലക്കിന്റെ ആ ഒരു കോസ്റ്റ്യൂമും ആ ഒരു ലുക്കും എന്റെ ആ നടത്തം പൊളിച്ചു. പിന്നെന്താ അടുത്ത പരിപാടി? ശരിക്കും കുത്തിയതാ. കൊള്ളാവോ? ഏതാ? ഇഷ്ടപ്പെട്ടോ? ഞാൻ ശരിക്കും കുത്തിയാണോ ഒന്ന്? സെപ്റ്റംബറിങ്. ഇന്ന് എന്താ എന്റെ ലുക്ക് എങ്ങനെയുണ്ട് മൊത്തത്തില്? പിന്നെ എന്നെ ഗ്ലാമർ ഇല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കൊരു ബ്രേക്ക് എടുത്ത് പോകണം. കാരണം അത്രയ്ക്ക് ഈഗോ എന്നെ അടിച്ചിരിക്കുകയാണ്. കോമഡി മാസ്റ്റേഴ്സിൽ ഒരു ഷോർട്ട് ബ്രേക്ക്. എനിക്ക് നിങ്ങളുടെ മിണ്ടൊന്നും വേണ്ട. ബൈ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻ വേണോ? വേണം. ചളി അടിക്കാൻ വാടാ ഇറങ്ങി.